ഇന്ന് നോമ്പ് 4 അല്ലേ. വലിയൊരു ശങ്കയ്ക്കൊടുവിൽ ഞാൻ ദേ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. നാരങ്ങയും ഓറഞ്ചും അങ്ങനെ രണ്ടും പിഴിഞ്ഞെടുത്തു. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരിപ്പ് വെച്ച് ഞാൻ ജസ്റ്റ് പിഴിഞ്ഞെടുത്തോട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ കുരു വീണ് കഴിഞ്ഞാലേ ജ്യൂസ് അടിക്കുമ്പോൾ വല്ലാതെ കഴിക്കുമല്ലോ. അതുകൊണ്ട് അത് പിഴിഞ്ഞ് ഞാനൊരു സൈഡിലേക്ക് പഞ്ചസാരയും കുറച്ച് ഉപ്പ് ഇട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴുകി എടുത്തു. ഒരു ആപ്പിളും ഒരു പേരയ്ക്കും ഒരു ഓറഞ്ചുമാണ് ഞാൻ എടുത്തത്. ഇത് ഇത്ര അരിഞ്ഞ് മുറിച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു തൽക്കാല സമയത്തിനൊക്കെയുള്ള നമ്മുടെ വെപ്രാളമൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ. അതൊക്കെ അരിഞ്ഞ് പെറുക്കി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ചായയും കൂടെ അടുപ്പത്തേക്ക് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാങ്ക് വിളിച്ച് കഴിഞ്ഞ് നോമ്പൊക്കെ തുറന്ന് കഴിയുമ്പോൾ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കുമല്ലോ. അങ്ങനെ അപ്പോഴത്തേക്ക് എന്തേ കുഞ്ഞുപ്പി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞുപ്പിയുടെ 2 പീക്കാച്ചി മുടി ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുഞ്ഞുപ്പിയുടെ മുടിയൊക്കെ കെട്ടി ഇങ്ങനെ കുഞ്ഞുപ്പിയെ കാണാൻ. കുറേ നേരം എൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞിരുന്നിട്ട് അവൾ പോയി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചേടാ ഒരു മുട്ട ബജി ഉണ്ടാക്കിയാലോ. യൂട്യൂബിൽ ഇതിന് അങ്ങനെ മുട്ട ബജി ഉണ്ടാക്കാനായിട്ട് ഞാൻ ദേ കുറച്ച് മിൻറ്റ് ലീഫ്, നമ്മുടെ എന്താ പറയുക പൊട്ടുകടല, പിന്നെ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും 2 വെളുത്തുള്ളിയും 2 അല്ലി ചെറുള്ളിയും ഒക്കെ ആയിട്ട് ഞാൻ അരച്ചെടുക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്കും തേങ്ങ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ മുട്ട പുഴുങ്ങാനിട്ടിട്ട് ഞാൻ ദേ നല്ല ഉണക്കത്തേങ്ങ ആയിരുന്നു പൊതിക്കാൻ നല്ല പാടുണ്ടായിരുന്നേ. അത് വെച്ചിട്ട് ഞാനൊന്ന് തിരുമ്മി ദേ തേങ്ങ എടുത്തുകൊണ്ട് വന്ന് നമ്മളൊന്ന് അരച്ചെടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഉപ്പിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയതാണ്. ഇത് ഉപ്പെടുത്ത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ മുട്ട പുഴുങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊന്ന് പൊളിച്ചെടുക്കുന്ന എനിക്ക് ഏറ്റവും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു പണിയാണ്. നല്ല രസമാണ്. ഒട്ടും പൊട്ടിപ്പോകാതെ ഇങ്ങനെ മുട്ട തോട് പൊളിച്ചെടുക്കുക എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ചുവന്ന കരവും ഞാൻ ആ ചമ്മന്തിക്കകത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ യൂട്യൂബിൽ എല്ലാവർക്കും അറിയാം. പിന്നെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളേ. അപ്പോൾ ഇതേ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചുമന്ന കരു ഇരുന്നിടത്തേക്ക് ഈ ഒരു അരച്ച ചമ്മന്തിയോടെ വെച്ച് മാവിലിടുക, മുക്കിപ്പൊരിച്ചെടുക്കുക. അപ്പോഴത്തേക്കിന് എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ടായിരുന്നു. അടുക്കള നിറയെ ആളായി. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് വന്നിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്പെഷ്യൽസ് എന്താണെന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ നന്നായിരിക്കും.